നമസ്കാരം. പ്രശസ്തരുടെ ജീവിതത്തിലെ വിസ്മയകരമായ കഥകൾ അതാണിന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം ഉറപ്പിച്ച ആ കാലഘട്ടം, അതിൻ്റെ ആരംഭകാലത്ത് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യക്കാരോട് വലിയ ബഹുമാനമൊന്നുമില്ലായിരുന്നു. എന്നു മാത്രമല്ല, കുറച്ച് കൂടുതൽ പുച്ഛവും ഉണ്ടായിരുന്നു. ഗ്വാളിയറിലെ ധനികനായ രാജാവ് ഒരിക്കൽ ബ്രിട്ടീഷ് രാജാവിൻ്റെ വസതിയായ ബക്കിംഗ്ഹാം കൊട്ടാരത്തിലെ മേൽക്കൂരയിൽ വലിയൊരു അലങ്കാര വിളക്ക് ഉണ്ടെന്നറിഞ്ഞു. അക്കാലത്ത് ഒരു ഇറ്റാലിയൻ കമ്പനിയാണ് ഇത്തരം അലങ്കാര വിളക്കുകൾ നിർമ്മിച്ചിരുന്നത്. രാജാവ് ആ കമ്പനിയിൽ നിന്ന് തന്നെ വിളക്ക് ഇറക്കുമതി ചെയ്യിച്ചു. അത് ബക്കിംഗ്ഹാം കൊട്ടാരത്തിനേക്കാൾ വലുതുമായിരുന്നു. വിളക്ക് പിടിപ്പിക്കാൻ ഇറ്റലിയിൽ നിന്നാണ് എഞ്ചിനീയർമാർ ഗ്വാളിയർ കൊട്ടാരത്തിൽ വന്നത്. കൊട്ടാരത്തിലെത്തിയ ഇറ്റാലിയൻ എഞ്ചിനീയർമാർ പറഞ്ഞു, രാജാവേ, ഈ അലങ്കാര വിളക്കിൻ്റെ ഭാരം താങ്ങാനുള്ള ഉറപ്പ് അങ്ങയുടെ കൊട്ടാരത്തിൻ്റെ മേൽക്കൂരയ്ക്കില്ല. അപ്പോൾ രാജാവ് പറഞ്ഞു, നിങ്ങൾ അല്പം കഴിഞ്ഞു വരൂ. അദ്ദേഹം എഞ്ചിനീയർമാരോടായിട്ട് പറഞ്ഞു. വിശ്രമിച്ചു മടങ്ങി വന്ന എഞ്ചിനീയർമാർ ആ കാഴ്ച കണ്ട് അത്ഭുതപ്പെട്ടു പോയി. കൊട്ടാരത്തിലെ ഏറ്റവും വലിയ ആനയെ ക്രെയിനിൽ ഉയർത്തി മുകൾ തട്ടിൽ വടം കൊണ്ടുള്ള വലയിൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ് രാജാവ്. നിങ്ങളുടെ അലങ്കാര വിളക്കിന് ഇത്രയും ഭാരമില്ലല്ലോ. രാജാവിൻ്റെ ചോദ്യത്തിന് മുമ്പിൽ ഉത്തരം പറയാനാകാതെ ഇറ്റാലിയൻ എഞ്ചിനീയർമാർ തോൽവി സമ്മതിച്ചു. അലങ്കാര വിളക്ക് അവിടെ കൊട്ടാരത്തിൻ്റെ ദർബാറിൻ്റെ മേൽത്തട്ടിൽ ഉറപ്പിച്ച് അവർ മടങ്ങിപ്പോവുകയും ചെയ്തു. ഇത് മറക്കാനാവാത്ത ചരിത്രത്തിലെ ഒരു സംഭവ കഥയാണ്. ഈ കഥ ഇത്രമാത്രം. നന്ദി, നമസ്കാരം.